പീരുമേട്ടിലെ ഒരു ചരിത്ര സ്മാരകം കൂടി നാമാവശേഷമായി. തിരുവിതാംകൂർ രാജഭരണകാലത്ത് വെടിക്കോപ്പുകൾ സൂക്ഷിക്കാൻ നിർമ്മിച്ച ഒറ്റമുറി കെട്ടിടമായ തോട്ടാപ്പുരയാണ് ഭരണാധികാരികളുടെ അനാസ്ഥ മൂലം കഴിഞ്ഞ ദിവസം ഇടിഞ്ഞത്. ശക്തമായ മഴയെ തുടർന്നാണ് തോട്ടാപ്പുര ഇടിഞ്ഞു വീണത്. തിരുവിതാംകൂർ ഭരിച്ചിരുന്ന റാണി ലക്ഷ്മിഭായിയുടെ കാലത്താണ് പീരുമേട് തോട്ടാപ്പുര നിർമ്മിച്ചത്. കുട്ടിക്കാലത്തെ അമ്മച്ചി കൊട്ടാരത്തിന്റെ ഭാഗമായാണ് ഇതുണ്ടാക്കിയത്. രാജഭരണകാലത്ത് നിർമ്മിച്ച അവശേഷിക്കുന്ന ഏതാനും ചില നിർമ്മിതികളിൽ ഒന്നാണ് ഈ ആയുധപ്പുര. ക്ഷേത്ര നിർമ്മാണത്തിലും കേക്കറോഡ് നിർമ്മാണത്തിലും ആവശ്യമായ വെടിക്കോപ്പ് സൂക്ഷിക്കാനാണ് പ്രത്യേക രീതിയിലാണ് ഈ തോട്ടാപ്പുരയുടെ നിർമ്മാണം നടത്തിയത്. കുമ്മായം ചേർത്ത മിശ്രിതമാണ് ഈ ഒറ്റമുറി കെട്ടിട നിർമ്മാണത്തിന് ഉപയോഗിച്ചത്. ഇതിനായി ജനവാസമില്ലാത്ത കൊടുങ്കാടാണ് തിരഞ്ഞെടുത്തത്. ഇവിടെ സ്ഫോടക വസ്തുക്കളെ ഇടിമിന്നലിൽ നിന്ന് രക്ഷിക്കാൻ കാന്തം ഉപയോഗിച്ച് മിന്നരക്ഷാ കവചവും സ്ഥാപിച്ചിരുന്നു. എന്നാൽ ഈ പൈതൃക മന്ദിരം നശിക്കാൻ ഉദ്യോഗസ്ഥ ഭരണകർത്താക്കളുടെ അനാവസ്ഥയാണെന്ന ആരോപണമാണ് നാട്ടുകാർ മുന്നോട്ട് വയ്ക്കുന്നത്. ഈ കെട്ടിടം നാമാവശേഷമായതിന് പുരാവസ്തു വകുപ്പ്, വിനോദസഞ്ചാര വകുപ്പ്, റവന്യൂ വകുപ്പ് കൂടാതെ ത്രിതല പഞ്ചായത്തുകൾക്ക് തുല്യ പങ്കാളിത്തമാണുള്ളതെന്നും ആരോപണം ആളുകൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, പീരുമേട്.